ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ 2 ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കും. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഉടച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലൊന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പഴം എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം നോക്കിയിട്ട് വേണം ഒന്ന് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള ഏത്തപ്പഴം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിൽ വേണമെന്ന് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ആവിയിൽ വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വാഴയിലയിൽ ഇതുപോലെ കുറേശ്ശെയായിട്ടൊന്ന് മാവ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് അടച്ച് ഒന്ന് എടുക്കാം. ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാഴയിലയുടെയൊക്കെ ആ ഒരു നല്ലൊരു ഫ്ലേവർ കൂടെ നമ്മുടെ ഈ ഒരു അപ്പത്തിന് കിട്ടും. ഇപ്പം ഞാൻ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ മാവും വാഴയിലയിലൊന്ന് ആക്കിയതിന് ശേഷം ഒരു സ്റ്റീമറിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരേക്കും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ച് എടുക്കാം. നമ്മൾ ചിലപ്പോൾ 20 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു ഭാഗം ചിലപ്പോൾ ഒന്ന് വേവാതെ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മറിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ അപ്പമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.